അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല. നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഭാഗം ചേർക്കാൻ PR ഏജൻസിയുടെ ആളുകൾ പറഞ്ഞനുസരിച്ച് ദ ഹിന്ദു ചെയ്തതാണ്. അപ്പോൾ ഒരു വിസ്തീർണം, അങ്ങനെ ഒരു വിസ്തീർണം വന്നാൽ അതും സ്വീകാര്യമാകില്ല എന്നാണോ? അല്ല, ആ വിശദീകരണത്തിന്റെ ഒരു കാര്യമില്ല. ഇതൊരു പ്രപഞ്ച സത്യമാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിക്കുകയാണ്. ആ CD ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ CD സംവിധാനം ഇവരൊന്ന് പുറത്തുവിടട്ടെ, അല്ലെങ്കിൽ എനിക്കൊന്ന് തരട്ടെ. കട്ട് ചെയ്യാതെ, കട്ട് ചെയ്തിട്ടോ ഉണ്ടോ ഇല്ല എന്നത് ലാബ് ടെസ്റ്റ് നടത്തിയാൽ അറിയാലോ. ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ വീഡിയോ അവർ പുറത്തുവിടട്ടെ. ആ വീഡിയോയുടെ ഒരു കോപ്പി PV അൻവർ തരണം. ആ വീഡിയോയിൽ കട്ട് ചെയ്യലും കൂട്ടിച്ചേർക്കലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇവിടെ ഫോറൻസിക് സംവിധാനം ഉണ്ടല്ലോ. ഇപ്പൊ ഇത്രയൊക്കെ ബോധ്യപ്പെടുത്തിയല്ലോ പൊതുസമൂഹത്തെ, ഈ പറയുന്ന PR ഏജൻസി എഴുതി ചേർത്തതാണെന്ന്. എന്നാ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ ചോദിക്കുന്നു. ഒരു കോപ്പി എനിക്ക് തരട്ടെ, ആ യഥാർത്ഥ റെക്കോർഡ് പുറത്തു വിടട്ടെ, നമുക്കൊന്ന് ഒരു ഫോറൻസിക്കിന് കൊടുത്തു നോക്കാം. തയ്യാറുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്? പച്ചക്കള്ളല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ റിപ്പീറ്റേഷൻ അല്ലേ ഹിന്ദുവിൽ വന്നത്? ഇതൊരു പുതിയ സംഭവമാണോ? അതിൽ തന്നെ അത് ക്ലിയർ അല്ലേ സ്മൃതി? എന്തിനാ വെറുതെ എങ്ങനെ നമ്മൾ പറയുന്ന സമയം? എന്റെ ഒരു സംശയം ശ്രീ PV അൻവർ, മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന രൂപത്തിൽ മാറിയിട്ടുണ്ടോ? താങ്കൾക്ക് പിണറായി വിജയൻ ഒരു വർഗീയവാദിയാണ് എന്നൊരു അഭിപ്രായമില്ലല്ലോ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, താങ്കളുടെ പോയിന്റ് ഇതാണ്, ഈ RSSന് വഴങ്ങുന്നു, അല്ലെങ്കിൽ RSSനുമായി ഈ ചർച്ചകളൊക്കെ ADGP നടത്തുന്ന ഇടനിലക്കാരനായിട്ടാണ്, അത് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് എന്ന്. അപ്പോൾ ആ കേസുകളൊക്കെ അതിനു മുൻപും ഉണ്ടല്ലോ. ആ ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി ഇവിടെ ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, വിവിധ ന്യൂനപക്ഷ സംഘടനകളുമായി ചർച്ച നടത്തുന്നു. ഇവിടെ പ്രതിഷേധ പരിപാടികളിൽ സമസ്തയിൽ ഒരു വിഭാഗം തന്നെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പരിപാടികളിൽ ആദ്യമായി പ്രതികരിക്കുന്നത് CPM ആണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ തുറന്നു പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ എപ്പോൾ മുതൽ മാറി എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെയാണ് വലിയ മാറ്റം ഉണ്ടാകുന്നത്, തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്ന അഭിപ്രായം എനിക്ക് ഇപ്പോഴും ഇല്ല. പക്ഷേ ഒരു വർഗീയവാദികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെരിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥാവിശേഷം പിണറായി വിജയന് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്, അതൊരു സത്യമാണ്. അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത്? ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നേർക്ക് ഈ ആക്രമണം, കേന്ദ്ര ഗവൺമെൻറ് ആക്രമണം വരും എന്ന് ഭയപ്പെടുന്നത്? ഒരു ഭയം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്, ഒരു തർക്കമോ കാര്യത്തിലില്ല. ആ പിന്തുടരുന്ന ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന അജിത് കുമാറിനെയും ഈ P ശശിയെയും ഒക്കെ സംരക്ഷിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഇല്ല എന്ന് വിശ്വസിക്കുന്നതന്നെയാണ്. പക്ഷേ മലപ്പുറത്തെ മുസ്ലിങ്ങളെ വർഗീയവാദികളും തീവ്രവാദികളുമായി RSSന്റെയും പൊതുസമൂഹത്തിൻ്റെയും മുമ്പിൽ ചിത്രീകരിച്ചെങ്കിലേ തനിക്ക് രക്ഷയുള്ളൂ എന്ന തോന്നൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനുണ്ടാവുന്നത്? ആ ഒരു തോന്നൽ, ആ ഒരു ഭയം, അതാണല്ലോ ഇതിൻ്റെയൊക്കെ കാരണം, ഇതിൻ്റെയൊക്കെ മൂല കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്, ഒരു തർക്ക കാര്യത്തിലില്ല. അത് സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലെ പ്രധാന ഒരു കണ്ണിയാണ് P ശശി, അതിൽ രണ്ടാമത്തെ കണ്ണിയാണ് ADGP അജിത് കുമാർ, അതിൽ മൂന്നാമത്തെ കണ്ണിയാണ് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് IPS, അതിൽ നാലാമത്തെ കണ്ണിയും അഞ്ചാമത്തെ കണ്ണിയും ആരാണ് എന്ന് പാർട്ടി അന്വേഷിച്ചോട്ടെ, എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. അതിൻ്റെ മുമ്പ് ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ പാർട്ടി എടുത്തോട്ടെ. അത്രയേ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റൂ. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി